വയനാട് മുത്തങ്ങയിൽ 1.5 കോടി രൂപയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കർണാടകയിലെ ബിഡുതിയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന 3600 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പൊള്ളാച്ചി ഒടയൻകുളം സ്വദേശി കനകരാജൻ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് നിന്ന് ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ. സുഹൈൽ, ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള നിതിൻ ഗേരിയും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് ലോറിയിൽ ഇത്തരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത്. ഇതിൽ 3600 കിലോഗ്രാം, അതായത് 1.5 കോടിയോളം രൂപ വിലയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ഒടയംകുളം സ്വദേശിയായിട്ടുള്ള കനകരാജനെയാണ് പിടികൂടിയത്. ഇയാളാണ് വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നത്. ഇത് നേരെ കൊണ്ടുപോയിരുന്നത് പാലക്കാട്ടേക്കാണ്. പഞ്ചസാര ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് 246 ചാക്കുകളിലായാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. കർണാടകയിലെ ബിഡുതി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് പാലക്കാട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്നത് എന്നുള്ളതാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. പ്രിവന്റീവ് ഓഫീസർ KM ലത്തീഫ്, അതോടൊപ്പം തന്നെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ M സുരേഷ്, ബാബു RC എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ എക്സൈസ് സംഘം കർശനമായ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പുകയില വേട്ട നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹാൻസ് പോലുള്ള ചുണ്ടിനിടയിൽ തിരികുന്ന സാധനങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ലഹരി വസ്തുക്കളാണ്, അതാണ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇത് സുൽത്താൻ ബത്തേരി പോലീസിന് നിലവിൽ തുടർ നടപടികൾക്ക് വേണ്ടി കൈമാറിയിട്ടുണ്ട്. സുഹൈൽ, ശരി. 1.5 കോടിയോളം രൂപ വില വരുന്ന 3600 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് വയനാട്ടിൽ നിന്ന് പിടികൂടിയത്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.